Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത് നമ്മുടെ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി നാടൻ റെസിപ്പി അല്ല, ഇച്ചിരി വിട്ട. പക്ഷേ ഇതിപ്പം എല്ലാവർക്കും ഒത്തിരി പരിചയമുള്ള ഒരു റെസിപ്പിയായി മാറിയേക്കുക. ഏതാണെന്നറിയാം, ഇപ്പോൾ ചൈനീസ് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഇത് വലിയ എന്നാ പറയുക അന്യനാട്ടിലെ ആണെന്നോ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. ഇപ്പം നമ്മുടെ ഒരു എല്ലായിടത്തും സുപരിചിതമായ ഒരു ഡിഷ് തന്നെയാണ് ചൈനീസ് ഫുഡ്. അതായത് ഫ്രൈഡ് റൈസ് ആയാലും നൂഡിൽസ് ആയാലും ഏതായാലും നമുക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക അതിന് വലിയ പുതുമ ഇല്ല. പക്ഷേ ഇത് നമ്മളെ വീടുകളിലാക്കിയാലോ എന്നൊരു വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് പഠിച്ച എന്നാന്ന് വെച്ചാൽ ചില്ലി ചിക്കനാണ് ചെയ്തത്. അത് ഏകദേശം ഓക്കെ ആയി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ആണ് ആ റേഷ്യോസ് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ ആ റേഷ്യോസ് മാറ്റി. പിന്നെ ഈ ചിലർക്ക് ഡ്രൈ ആ ഇഷ്ടം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് എന്നാ പറയുക ഗ്ലേസിങ് ആയിട്ട് ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിന് പക്ഷെ ഒത്തിരി എരിവും മറ്റവും ഒന്നും കാണുകയില്ല. ഈ പറഞ്ഞ പോലെ ഒരു സെമി എരിവൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇച്ചിരി എരിവുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാവുന്നവരുണ്ട്. അതല്ല നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും വ്യത്യാസം അനുസരിച്ചാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ചില്ലി ഫിഷാണ് ചെയ്യാൻ പോകുന്നത്. ചില്ലി ഫിഷ് ബേസിക്കലി മീൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്, ഇറച്ചിയെക്കാട്ടിലും. ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ആക്കുകയല്ല. പക്ഷേ ഇത് ഈ പറഞ്ഞ ഇച്ചിരി വയസ്സെന്നവർക്ക് അന്നേലും ഇത് കഴിക്കാൻ നോക്കും. കാര്യം വലിയ എരിവും കാര്യങ്ങളും ഒന്നുമില്ല. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടും. പിന്നെ അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ, കഴിഞ്ഞ സീസണെ ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മുടെ വീട്ടിൽ ആ 3 സോസ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക ചൈനീസിൻ്റെ കാര്യങ്ങളും ഉണ്ടാക്കാൻ നോക്കും. ഈവൻ ഒരു സാലഡ്സിന് പോലും അവർ ഈ ഒരു 3 സോസ് ഉപയോഗിച്ച് പല നേരത്തെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അവരുടെ മിക്ക ഡിഷസും. അവർക്ക് എരിവ് അങ്ങനെ മസാല മിക്സോ അങ്ങനെ ഒന്നും കാണുകയല്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ഫിഷാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് സോയാ സോസ്, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് മേടിക്കുന്നത്, അപ്പം അതിൻ്റെ ഒരു ശകലം ചേർത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് വിനീഗർ, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മൈദ, പിന്നെ വേണ്ടിയത് ഒരു 2 മുട്ടയാ. ഒരു വലിയ സവാളയാ. ഇതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് ടൊമാറ്റോ കെച്ചപ്പാ. ക്യാപ്സിക്കം 2 കളർ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നേ കിട്ടിയുള്ളെങ്കിൽ അത് മതി. ഇതിപ്പോൾ റെഡാ. പിന്നെ ഒരു ഗ്രീൻ കളറ്. പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി പേസ്റ്റാ. ഈ ചില്ലി പേസ്റ്റ് പറയുമ്പോൾ ശരിക്കും നമ്മൾ വറ്റൽമുളക് ഒന്ന് കൂത്ത് വെച്ച് അരച്ചെടുത്താലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ വേണ്ടിയ കുറച്ച് സോയാ സോസ്. സോയ അല്ല, ഇത് ഗ്രീൻ ചില്ലി സോസാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതുപോലത്തെ ഒരു കഷ്ണം മീനാണ് നമുക്ക് വേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നെമ്മീനാവാം, മോതയാവാം. ഇത് പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത്. പക്ഷെ എന്നാലും ദശകട്ടിയുള്ള ഏതെങ്കിലും മീനാണ് വേണ്ടിയേ. ഇനിയിപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ആദ്യം മീനയിൽ കുറച്ച് സാധനങ്ങളൊക്കെ പുരട്ടി വയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സോയാ സോസ്. ഇതിനകത്ത് കുറച്ച് സോയാ സോസ് വേണം. ഏകദേശം ഒരു 4 to 5. ഈ സോയാ സോസ് 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഡാർക്ക് സോയാ സോസ്, ഒന്നുണ്ട് ലൈറ്റ് സോയാ സോസ് ഉണ്ട്. ഈ ലൈറ്റ് ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോ, ഡാർക്ക് ഇടുമ്പോഴത്തേന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചേച്ചിട്ടാൽ മതി. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ, ഒരുപാട് ഇടണ്ട. പിന്നെ വേണ്ടിയതുള്ളത് നമുക്ക് കുറച്ച് വിനീഗർ. ഈ എന്നാ പറയുക നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് കുറച്ച് വിനീഗർ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയേച്ച് വേണം നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ. അപ്പോൾ 1 ടീസ്പൂൺ മതിയാവും. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി. എരിവിൻ്റെ കണക്കനുസരിച്ചാണ് കുരുമുളക് പൊടി ഇടുന്നത്. ഈ ചില്ലി ഫിഷിനൊന്നും ഒത്തിരി അധികം എന്നാ പറയുക എരിവ് വരികയില്ല. സോയാ സോസിനും നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനും ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഉപ്പിടാനേ, എന്നാലും മീനെ പിടിക്കണ്ടേ. ഇതിനകത്തോട്ട് ഞാൻ ഇത്രയും ഉള്ളത് കൊണ്ട് ഒരു 2 മുട്ട മസ്റ്റല്ല ഇപ്പം ഞാൻ 1 മുട്ട ഇടുന്നുള്ളൂ, മതി. 1 മുട്ടയുടെ ആവശ്യമുള്ളൂ. ഇത് നല്ലോണം ഒന്ന് അടിച്ചേച്ച് ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതിനൊരു പരിധിയുണ്ട്. എനിക്ക് എൻ്റെ കയ്യേ പറ്റത്തുള്ളൂ. ആ കുരുമുളകും എല്ലാം നല്ലതായിട്ടൊന്ന് ഇളകി
ആ സോസുമായിട്ട് നല്ലതായിട്ടൊന്ന് ചേരണം. അന്നേച്ച് ഈ മീനെല്ലാം കൂടെ ഇതിനകത്തോട്ടിടുക. ആക്ച്വലി ഇത് ചെയ്ത് വെച്ചേച്ച് കുറച്ച് നേരം നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെക്കുവാന്നേൽ മീനിനകത്തൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കും. ഇനിയിപ്പോൾ അത് നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസപ്പെടണം, ഇങ്ങനെ ചെയ്ത് വെച്ചാലും മതി. ഈ സോസിൽ നല്ലതായിട്ട് അതൊന്ന് പെരണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴേ ആ സോയാ സോസും എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് അത് പിടിക്കത്തുള്ളൂ. ഇതിങ്ങനെ തേച്ച് വെക്കാമെങ്കിൽ കുറച്ച് നല്ലതാ. ഇനിയിപ്പോൾ അഥവാ നമുക്ക് സമയം കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടെ ചേർക്കാം. ഈ കോൺഫ്ലവറും മൈദയും ചേർക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ എന്നാണെന്നറിയോ? മൈദ എപ്പോഴും ഇച്ചിരി കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കോൺഫ്ലവർ കൂടുതലായി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും, ഒരുപാട് കോട്ടിങ് വരികയില്ല. കോൺഫ്ലവർ തന്നെ ഇട്ടാലും നല്ലതാണ്, കാരണം കുറേ പേർക്ക് മൈദയ്ക്കൊക്കെ അലർജി ഉണ്ട്. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് കോൺഫ്ലവർ ഇടുക. ഇതും കൂടെ ഇട്ട് നല്ല തേച്ച് ആ മീനെ ഒന്ന് പിടിച്ചു വെക്കുക. നല്ല കോട്ടിങ് ചിലർക്ക് ഇഷ്ടമാണ് അത് അങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെയാണെന്നെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മൈദ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം ചേർത്തേച്ചാലും മതി, അത് വിഷയമല്ല. ഈ മീനിനൊക്കെ ആണെങ്കിലും ഇച്ചിരി ഉപ്പും എരിവും പുളിയോ ഒക്കെ പിടിക്കാനായിട്ട് ഒരിച്ചിരി സമയം നമ്മൾ കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പിടിക്കുകയില്ല, അതാ ഉള്ള സത്യമേ. ഞാനിതൊരു 10 മിനിറ്റ് ഇങ്ങനെ എന്താ പറയുക അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പം ഏതെങ്കിലും എന്താ പറയുക സൺഫ്ലവർ ഓയിലോ ഏതാന്ന് വെച്ചാൽ ചെയ്യുക. വെളിച്ചെണ്ണ മാത്രം വേണ്ട. ഇനിയിപ്പോൾ എണ്ണ നല്ല ചൂടായി. അപ്പോൾ ഞാൻ എന്നാ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഓരോ മീനായിട്ട് കഴിയുന്നതും നമ്മൾ ഈ മൈദയും കോൺഫ്ലവറും ഒക്കെ അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നത് ഇതിനകത്ത് കോട്ട് ചെയ്തെടുക്കണമെന്നല്ലേ, അതുകൊണ്ട് ഞാൻ മൈദ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നു. ഇത് കോൺഫ്ലവർ വലിയ കുഴപ്പമില്ല, അലർജിക്കാർക്കായാൽ പോലും. ഇപ്പം ഈ മീൻ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മുരുവ് വേണ്ട, കുറച്ച് മുരുവ് മതി എന്ന് പറഞ്ഞില്ലേ, ഇതാ പരുവേ. ഇതാകുമ്പത്തേന് അങ്ങ് എടുത്തോ. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി എന്നാ പറയാ ടിഷ്യൂ ഒക്കെ ഇട്ടേച്ച് എൻ്റെ എണ്ണ അത്രയും പോലും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിഷ്യൂ ഒക്കെ ഇട്ടേച്ച് ഒന്ന് കോരിയേച്ചാൽ മതി. ഇങ്ങനെയൊക്കെ വറുത്ത് വെക്കുമ്പോഴാ പിള്ളേർ വീട്ടിലുള്ളപ്പം ഒന്നുപോലും തിരിച്ചു കിട്ടുകയില്ല. കാര്യം എന്ന് വെച്ചാൽ ചൂടായിട്ട് വറുത്ത് വെക്കുമ്പം ഇനിയിപ്പോൾ സാധാ മീൻ വറുത്തതാണേലും ശരി, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനാണേലും ശരി, പിള്ളേരെടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേന് പിന്നെ ഈ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ചതിനൊന്നും ബാക്കി കാണുകയില്ല. പിന്നെ അതും ഒരു സന്തോഷമാണ്, പിള്ളേർ കൊണ്ടുപോകുമ്പോൾ അല്ലേ എടുത്തോട്ടെ എന്ന് തോന്നും. എത്രയായാലും നമ്മൾ അമ്മമാരല്ലേ, അന്നേരം അതിനൊക്കെ ഇഷ്ടാവും. ബാക്കിയും കൂടെ ഇതിനകത്തോട്ടിട്ട് വറുത്ത് വെക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ള എണ്ണയിൽ വെച്ച് തന്നെ ബാക്കി മൊത്തം അങ്ങ് ആക്കിയെടുക്കാവേ. ഞാൻ ശരിക്കും നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്നാന്നറിയോ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മളിതൊക്കെ വറുത്ത് വയ്ക്കുമ്പോൾ പിള്ളേരും അല്ലെ വീട്ടിലാരെങ്കിലും അല്ലെ നമ്മുടെ ഭർത്താവോ ആരായാലും വന്ന് ഈ ചൂടോടെയൊക്കെ പെറുക്കി തിന്നുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കൽ പോലും ഇതിൽ നിന്നൊരു കഷ്ണം എടുത്ത് രുചി നോക്കിയോ അല്ലെങ്കിൽ അവരെ പോലെ നമ്മളെടുത്ത് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യല്ല. അതെന്നാ കാര്യം എന്നുള്ളത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ട്. എന്നാ നമുക്കും ഈ പറഞ്ഞ പോലെ രുചിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, നമുക്കും എന്നെ കഴിക്കാൻ മേലെ, പക്ഷെ നമ്മുടെ കൈ അങ്ങോട്ട് പോകുകയല്ല. അതെന്നാ കാര്യമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല. ആരൊക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. എല്ലാത്തിനെയും മൂപ്പ് ഇത്രയും മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കൂട്ടത്തിൽ കോൺഫ്ലവർ കുറച്ചുകൂടെ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടിച്ച് കളഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ നമുക്ക് മീനിന്റെ കഷ്ണം മാത്രം മതി, അതിന് കൂടെ വരുന്ന വാല അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. അതൊക്കെ നമ്മൾ കത്രിക വെച്ചോ മുറിച്ച് കളഞ്ഞേച്ചൊക്കെ ഇടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രസന്റേഷൻ തന്നെ ഒരു എടുപ്പ് കാണുകയില്ല. പിന്നെ മീൻ വേവാൻ എത്ര നേരം വേണം? ഒത്തിരി നേരം ഒന്നും വേണ്ടെന്നാ പറയുന്നത്. നമ്മൾ നാടൻ മീനൊക്കെ വറുക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും മണമൊന്നും നമ്മുടെ ഇതിന് വരികയില്ല.
ഇനിയിപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വറുത്തു. ഇത് ഒത്തിരി മൂത്തിട്ടില്ല. അതേണ്ട നോക്കിയേ, ഒരു നേരിയ ഒരു കോട്ടിങ് മാത്രമേ ഇതിൻ്റെ മേളിലുള്ളൂ. അത്രയും മതി. ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോൾ വേണ്ടിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എണ്ണ എനിക്ക് വേണ്ട. ഞാൻ അതാണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി മുന്നേ നിൽക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ. എന്നാൽ ഒത്തിരി മൂക്കുകയും വേണ്ട. നമ്മൾ ചൈനീസ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് അറിയത്തില്ലേ, അതിനൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ട് ബേസിക്കലി. എന്നാലും ആ ഒരു എന്താ പറയുക, നമ്മളൊന്ന് വഴറ്റുക എന്ന് പറയില്ലേ, ഇത്ര എണ്ണയുള്ളതുകൊണ്ട് പെട്ടെന്നാവും. അത് മാത്രമല്ല കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്, അന്നേരം പിന്നെ പെട്ടെന്ന് വഴറ്റാനും വലിയ പാടില്ല. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഈ ചൈനീസ് ഭക്ഷണമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈ ഫ്ലെയിമേലാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് വീടുകളിൽ ഒക്കുകയല്ല. പക്ഷെ എന്നാലും നമ്മൾ വിടരുത്. നമ്മളത് നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ ചെയ്യണം. രണ്ടാമത് ക്യാപ്സിക്കമായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചയിടുക. ഇതിന് ഇച്ചിരി ഒന്ന് വഴന്ന സമയം നമുക്ക് എന്നാ ചെയ്യാന്നറിയോ, കുറച്ച് സോസ് മിക്സ് ചെയ്യണേ. അതെങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് സോയാ സോസ്, അതൊരു 3 ടീസ്പൂൺ. അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതും ടൊമാറ്റോ സോസ് ഒരു 4 ടീസ്പൂൺ മതിയാവും. പിന്നെ വേണ്ടിയത് നമ്മുടെ ചില്ലി സോസ്, അതൊരു 2. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി, അത് നമ്മുടെ ഏനം പോലെ എത്ര വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ. ഇത് ചേർത്തേച്ച് അഥവാ ഇനി നമുക്ക് സോസ് ഒരു ഇച്ചിരി പോരാൻ തോന്നുക, നേരെ രണ്ടാമത് ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം. ഇതധികം വഴറ്റണ്ട. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ചേച്ച് ഞാൻ ഈ സോസ് അങ്ങ് ചേർക്കുക. ഇതിനകത്ത് ഈ റെഡ് കളർ അധികം വരാത്ത എന്നാന്ന് വെച്ചാൽ, ഞാൻ വെളിയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കളറ് ചേർക്കും. നമ്മളിവിടെ കളർ ചേർത്തിട്ടില്ല. അതിന് പകരം ഇച്ചിരി എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇച്ചിരി ചില്ലി പേസ്റ്റ് ചേർക്കാൻ പോവുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ സോസിൻ്റെ കൂട്ടത്തിൽ മറന്നുപോയതാ, കുറച്ച് വിനീഗറും കൂടെ ചേർത്തോണേ. സോസിനെല്ലാം പുളി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി. ഇത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത്. അത് നമ്മൾ കുറച്ച് മതി. ഇതിന് പച്ചമുളക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിടുമ്പോൾ ഒരു ഇച്ചിരി കളർ വരും അതിന്. പക്ഷെ എന്നാലും നോക്കിക്കോണം. വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്താ ഈ കളർ ഇല്ലാത്ത എന്ന് എന്നോട് ചോദിക്കരുത്. അവിടെ ഇച്ചിരി റെഡ് കളർ ചേർക്കും. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വരാൻ അവർ അജിനോമോട്ടോ ചേർക്കും. ഈ സോസിനകത്തോട്ട് നമ്മൾ ഈ മീൻ അങ്ങ് ഇടുക. കാര്യം കുറച്ച് ആ സോസിനകത്തോട്ടും കൂടെ ഈ മീൻ ഒന്ന് പിടിക്കണ്ടായോ, അപ്പം അതിൻ്റെ വേണ്ടിയിട്ടുള്ളതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. സോസിലും കൂടെ പിടിച്ചതിന് ശേഷമേ ഉപ്പ് ചേർക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ സോസിനൊക്കെ ഉപ്പുള്ളതാ. ചേർക്കുമ്പോൾ നോക്കിയേച്ച് വേണം ചേർക്കാൻ. എല്ലാം ഒന്ന് ചേർത്തേച്ച്, അതായത് മീനും എല്ലാം സോസിനകത്തോട്ടൊന്ന്. ഇപ്പം എൻ്റെ ഈ ചീനച്ചട്ടിയിൽ ഇത്രയേ കൊള്ളുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത്ര ഇടുക. ബാക്കി പിന്നെ ഒരു നേരം നമുക്ക് ഉണ്ടാക്കാമല്ലോ. സോസ് മിക്സ് ചെയ്യുന്ന സമയം ഒന്നിച്ചിരി ഹൈ ഫ്ലെയിമേ കൊടുത്തോ. ഇനി ഇതിനകത്തൊരു ഇച്ചിരി ഗ്രേവി വേണം എന്ന് നമുക്ക് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് കോൺഫ്ലവർ കലക്കി ഒന്ന് ഒഴിച്ചേച്ചാൽ മതി, വേണം എന്നുള്ളവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി ഇങ്ങനെ വിട്ടാൽ മതി. ഇനി ഇച്ചിരി സമയം, അധികം നേരമൊന്നുമില്ല, ഒരു ഇച്ചിരി സമയം ഇതൊന്ന് ഈ സോസയിലെല്ലാം ഒന്ന് പിടിക്കണം. ദാറ്റ് ലോ ഫ്ലെയിം, അല്ല ഒരുപാട് വലിയ ഫ്ലെയിം ഇടരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മീനയിൽ ഒന്നും പിടിക്കുകയില്ല. പിടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ കൊള്ളുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വാങ്ങാറാവുമ്പം ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അതല്ല, കുറച്ച് നേരത്തെ ഇട്ട് അതിൻ്റെ ഫ്ലേവറും കൂടെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറവും കൂടെ വരുത്തണ്ട, ഞാൻ ഇച്ചിരി ഇട്ടേക്കാം. ഇനി ഇതൊരു ഇച്ചിരി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുക. എന്നതേലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമേ വെച്ചിട്ട് ഒന്നുകൂടെ സോസ് വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. സോസേ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ചില്ലി ഫിഷ് ഓൾമോസ്റ്റ് റെഡിയായി. ഇതിനകത്ത് ഒരുപാട് ഫ്ലേവേഴ്സ് ഇല്ല, ആവശ്യത്തിനുള്ള ഫ്ലേവേഴ്സേ ഉള്ളൂ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു റാഗി പുട്ടാണ് ചെയ്തേക്കുന്നത്. ഈ റാഗി പുട്ടും ഈ ചില്ലി ഫിഷും എന്നാ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ
ഞാൻ പറയും അതിൻ്റെ ഉത്തരം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് സ്പെഷ്യൽ റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞ ഒരു കോമ്പിനേഷനാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. അത് മറ്റാരും അല്ല, ഒരു ആലപ്പുഴക്കാരനാണ് വരുന്നത് നമ്മുടെ ആനീസ് കിച്ചണിൽ. നമ്മുടെ പ്രിയപ്പെട്ട പത്മരാജൻ സാർ കണ്ടെത്തിയ ദി ഗ്രേറ്റ് ലെജൻഡ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിപ്പിച്ച് തന്ന അശോക് ഏട്ടനാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷനാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത്. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഈ പഞ്ഞപ്പുല്ലിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഹാർഡാവും, പക്ഷെ എന്നാലും ഞാൻ ആ സമയത്ത് ഒന്നുകൂടെ ചൂടാക്കി നല്ലൊരു പുതിയ പുട്ടും കൂടെ ആയിട്ടേ കൊടുക്കത്തുള്ളൂ. ഇനി ഈ പറഞ്ഞ പോലെ ഇതൊരു കോമ്പിനേഷൻ ആക്കി എടുക്കരുത്. ഇതിന് ചിലപ്പോൾ ഫ്രൈഡ് റൈസ് ചിലർക്ക് ഇഷ്ടമാവും, അതല്ല ചിലപ്പോൾ ചപ്പാത്തി ഇഷ്ടമുള്ളവരുണ്ട്. ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്തും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റുമായിട്ട് കാണാം.